माननीय सदस्यगण, ये सदन देश के लोकतंत्र का उच्च सदन है और आप सभी दलों ने समय समय पर इस देश के अंदर अलग अलग कालखंड के अंदर सरकार में भी रहे, लेकिन मेरा मत है कि इतनी लंबी सरकार में रहने के बाद भी हम इस उच्च सदन की मर्यादाओं परंपराओं को तोड़ रहे हैं। विरोध का तरीका होता है, विरोध के तरीके और भी हो सकते हैं, लेकिन आप अपनी इलाके से छोड़कर उस जगह जाकर मर्यादाओं को तोड़ोगे तो देश के अंदर लोकतंत्र के प्रति लोगों का विश्वास भरोसा कम होगा। आप सब चुनकर आते हैं, सदन के अंदर सदन के बाहर विरोध का तरीका होता है, लेकिन हम इतने वरिष्ठ नेता आप हैं, आपने शासन किया है, लेकिन नहीं बोलने देंगे वो नियम प्रक्रिया से चलता है, लेकिन आप मर्यादा तोड़ेंगे उचित है क्या? आप इधर से उधर जाकर आपके सदस्य इधर से उधर जाएंगे, ये उचित है क्या? यही मर्यादा बनाना चाहते हैं क्या आप? आपने इतने साल के शासन करने के बाद आपने यही परंपराएं लागू किए। आप वरिष्ठ लोग हैं, बालू जी, आप इतने सीनियर नेता हैं, ये देश में अच्छा लग रहा है कि आपको? आप इधर जाकर मंत्री बोल रहे हैं, आसन पे जाके खड़े हो रहे हैं, सत्ता पक्ष की तरफ बैनर लेकर आ रहे हैं। मर्यादा पहले भी विरोध हुआ है, लेकिन मर्यादा कभी किसी ने नहीं तोड़ी। आप शासन में रहे, ये प्रतिपक्ष में रहे, तब भी സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉയരുന്നത്. ഈ കരാർ കാർഷിക മേഖലയ്ക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്. പക്ഷേ വാണിജ്യമന്ത്രി കാർഷിക മേഖലയെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഈ കരാറിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടും അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ല പ്രതിപക്ഷം. ഇപ്പോഴും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഈ വ്യാപാര കരാറിനെ അതിനിശിതമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം. പക്ഷേ പീയൂഷ് ഗോയലിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഭാരതത്തിൻ്റെ വികസനത്തിന്, ഭാരതത്തിൻ്റെ സമസ്ത മേഖലയ്ക്കും വലിയ തോതിൽ ഗുണം ചെയ്യുന്ന ഒരു കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല. വസ്തുതാവിരുദ്ധമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്ന് കരാറിലെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ $30 ബില്യൺ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മാത്രമാണ് 18% താരിഫ് ഉണ്ടാകുക. പക്ഷേ $44 ബില്യൺ കയറ്റുമതിക്ക് പൂർണ്ണമായും താരിഫ് ഫ്രീ ആക്കിക്കൊണ്ടാണ്, താരിഫ് മുക്തമാക്കിക്കൊണ്ടാണ് ആ കരാർ ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖലയും ക്ഷീരമേഖലയും തീരെഴുതി കൊടുക്കുന്നു അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എന്നതാണ്. പക്ഷേ ഈ കരാറിൻ്റെ റെഡ് ലൈൻസിൽ വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ നിലപാട് ആ കാർഷിക ക്ഷീരമേഖലകളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അക്കമിട്ട് പറയുകയാണ് പീയൂഷ് ഗോയൽ. യഥാർത്ഥത്തിൽ ഈ കരാറിൽ അമേരിക്കയേക്കാൾ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഭാരതമാണ്. ജിഷ്ണു, വിവരങ്ങൾ. ആദ്യം 11 മണിക്ക് ചേർന്നപ്പോൾ പ്രതിപക്ഷ ബഹളം കാരണം 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് നിലവിൽ ഏറ്റവും പുതുതായി ഭാരതവും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് രാജ്യത്തോട് പാർലമെന്റിലൂടെ കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ പങ്കുവച്ചത്. ആ സമയത്തും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് രണ്ട് ശക്തമായ രാജ്യങ്ങൾ, രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കരാറാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്. ഇതിലൂടെ കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കും, കാർഷിക മേഖലയ്ക്ക്
തിരിച്ചടി ഉണ്ടാകുമെന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കും, എല്ലാ മേഖലയിലും കയറ്റുമതി വർദ്ധിപ്പിക്കും, ഭാരതത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ആ കരാർ സാധ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മേഖലയിലും കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് സാധ്യമാക്കുന്ന കരാറാണ് വന്നിട്ടുള്ളത്. ഭാരതത്തിൻ്റെ വികസന യാത്രയ്ക്ക് ഗുണകരമാകുന്ന കരാറാണ് യാഥാർത്ഥ്യമാക്കിയതെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. എന്നാൽ ആ കരാറിനെ എതിർത്തുകൊണ്ടും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തതും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം തുടർച്ചയായി ബഹളം വെച്ചതോടെ രൂക്ഷമായ വിമർശനമാണ് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ ഉയർത്തിയത്. ഈ സഭയ്ക്ക് കാലങ്ങളായി തുടർന്നു വരുന്ന ജനാധിപത്യത്തിൻ്റെ ഈ സഭയ്ക്ക് ഒരു മാന്യതയും അന്തസ്സുമുണ്ട്. നിങ്ങൾ നിരവധി തവണ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗമായി ഈ ബെഞ്ചിലിരുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ആ ബോധ്യം വേണം. സഭയുടെ അന്തസ്സും മര്യാദയും തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്, നടപടികൾ ഉണ്ടാകരുതെന്ന് നിരവധി തവണ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം ബഹളം ോടെയാണ് സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ 2 മണിവരെ ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിട്ടുള്ളത്. ഒപ്പം പ്രതിപക്ഷ ബഹളത്തിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ അമേരിക്ക തീരുവ വർധനവ് കൊണ്ടുവന്നപ്പോൾ അത് ഭാരതത്തിൻ്റെ കഴിവുകേടാണ്, പ്രധാനമന്ത്രിയുടെ കഴിവുകേടാണ്, ട്രംപ് ഭാരതത്തിനെതിരെ തീരുവ ഉയർത്തി എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഈ പാർലമെൻറ്റിലും പുറത്തും പ്രതിഷേധിച്ചത്. ഇപ്പോൾ ചർച്ചകളിലൂടെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തീരുവ ഇളവ് നൽകുകയും വലിയ രീതിയിൽ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി വർദ്ധിക്കുന്ന രീതിയിൽ പുതിയ വ്യാപാര കരാറുണ്ടായപ്പോൾ അതിനെയും എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും വന്നിട്ടുള്ളത്. അതായത് എന്ത് നടപടി ഉണ്ടായാലും രാജ്യത്തിനൊപ്പവും സർക്കാരിനൊപ്പവും നിൽക്കാതെ അതിനെ എതിർത്തുകൊണ്ട് ബഹളം വയ്ക്കുക എന്ന നിലപാടിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പാർലമെൻറ്റിൽ നിന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നീലിമ. ജിഷ്ണു, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കരാറിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കർഷക പ്രക്ഷോഭത്തിന് ഒരു വിഭാഗം തയ്യാറെടുക്കുന്നു എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. കാരണം ഈ കരാറിലുള്ളത് രാജ്യത്തിൻ്റെ കർഷകർക്ക് പ്രതികൂലമാണ് എന്ന നിലപാട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ കർഷക സംഘടനകളെയൊക്കെ കൂട്ടി ഒരു കാർഷിക സമരത്തിന് കൂടി ഇവർ തയ്യാറെടുക്കുന്നത് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ജിഷ്ണു. നിലിമ, തീർച്ചയായും അത്തരത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെതിരെ എങ്ങനെ തിരിക്കാം എന്നുള്ള വലിയ ഗൂഢാലോചന എപ്പോഴും കോൺഗ്രസും ഒപ്പം ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗവും ശ്രമിക്കാറുണ്ട്. മുൻപ് ഈ കർഷക സമരം ഡൽഹി പഞ്ചാബ് ഹരിയാന അതിർത്തിയിലും നടത്തിയിട്ടുള്ള കർഷക സമരം ഒരു പരിധിവരെയെങ്കിലും ആ ഒരു ഗൂഢാലോചന നടത്തുന്ന ആളുകൾ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഭീകരവാദ സ്വഭാവം രാജ്യത്തെ റെഡ് ഫോർട്ടിന് മുൻപിൽ ദേശീയ പതാക ഉയർത്തുന്ന ആ സ്ഥലത്ത് പോലും ആ പതാകയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തോടെ ആ സമരത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് മുൻപുണ്ടായ തരത്തിലൊരു കർഷക സമരത്തെ ഉണ്ടാക്കിയെടുക്കാൻ, അതായത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കർഷകരുടെ പ്രതിഷേധം അത് സ്വാഭാവികമാണ്, അത് ചർച്ചകളിലൂടെ ഏത് സർക്കാരുകളും പരിഹരിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു സമരം ഉണ്ടാക്കിയെടുക്കാൻ ഇനി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം അത്തരത്തിലുള്ള സമരത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അവരുടെ നയം എന്താണെന്നും അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും റെഡ് ഫോർട്ടിലെ സംഭവത്തോടുകൂടി രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനായും തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കർഷക സമരത്തിന് കോപ്പുകൂട്ടാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും വിവിധ ശക്തികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിന് കൃത്യമായ മറുപടി ഇന്ന് വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ നൽകിയിട്ടുണ്ട്. കർഷകർ എന്നുള്ളതല്ല, എല്ലാ മേഖലയ്ക്കും ഗുണകരമാകുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ ഏത് ഉൽപ്പന്നത്തിനും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നയമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ഭാരതത്തിനും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നത് തന്നെയാണ് പീയൂഷ് ഗോയൽ പറഞ്ഞു വെച്ചത്. നീലിമ.